എന്തുകൊണ്ടാണ് ഇതിനെ CPM എതിർത്തത്? ED വന്നത് വീണ തൈക്കണ്ടിയുടെ വീട്ടിൽ മാത്രമല്ല, വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും വരുന്നു. നിർഭാഗ്യവശാൽ അത് പിണറായി വിജയൻ്റെ ഗ്രാമത്തിലെ വീട്ടിൽ വരുന്നു, പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വരുന്നു. 7 മണിക്കൂറോളം പ്രതിപക്ഷ നേതാവ് അഥവാ പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ EDയുടെ അന്വേഷണം നടക്കുന്ന വീട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും EDക്കെതിരെ ഉയരുന്ന രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ കക്ഷികളും പറയുന്നത് BJP ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് ED. അപ്പോൾ EDയുടെ അന്വേഷണത്തിലെ ഒരു ദുഷ്ടലാക്ക് മനസ്സിലാക്കിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ ദുഷ്ടലാക്ക് എന്ന് പറയാനുള്ള കാരണം എന്താ? ED തന്നെ പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പറയുന്നത്, SFIO നേരത്തെ പറഞ്ഞിരുന്നത് 182 കോടി രൂപ തട്ടിച്ച കേസിൽ 1.72 കോടി, അത് കടം വാങ്ങിയ പണം കൂടി നോക്കിയാൽ 2.72 കോടി രൂപ, 2.78 കോടി രൂപ തട്ടിച്ച വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കേസിനെ മുന്നിൽ വയ്ക്കുകയും ബാക്കി 179 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് ഏറെക്കുറെ നിശബ്ദമായിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ രാഷ്ട്രീയം. ഇന്നിപ്പോൾ ഞാൻ ഈ വിധി വായിക്കുകയായിരുന്നു. വിധിയുടെ 10ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മറച്ചു വെച്ചിട്ടില്ല. EDയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? 2019 ജനുവരി മാസം 25-ാം തീയതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ ഇന്ന് ED വിവരിച്ചിട്ടുണ്ട്. ആ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ED കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി വിധിയിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് എന്താ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നോക്കൂ, 135.54 കോടി രൂപയുടെ അധിക ചെലവാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബോഗസായ എക്സ്പെൻഡിച്ചറാണ്, അത് കള്ളക്കണക്കാണെന്നാണ് IT കണ്ടെത്തിയിരിക്കുന്നത്. ED പറഞ്ഞതെന്താ, CMRL പറഞ്ഞതെന്താ, അത് കള്ളക്കണക്കല്ലെന്നും ഞങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിൾ ആയിട്ടുള്ള പേയ്മെൻ്റ് ആയിട്ടും അത് കണക്കാക്കണമെന്നാണ്. പക്ഷേ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ട് എന്താ പറഞ്ഞത്? അതിനകത്ത് 73 കോടി 38 ലക്ഷം രൂപ ഒരു കാരണവശാലും എലിജിബിളായ പേയ്മെൻ്റായിട്ട് കണക്കാക്കാൻ പറ്റൂല. ബാക്കിയുള്ള 58 കോടി രൂപ മാത്രമേ കണക്കാക്കാൻ കഴിയൂ. ബാക്കിയുള്ള 73.38 കോടി രൂപ ഈ എലിജിബിൾ ആയിട്ടുള്ള പേയ്മെൻ്റ് അല്ല, അത് ഇല്ലീഗൽ പേയ്മെൻ്റ് ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 73.38 കോടി രൂപയിൽ വരില്ല വീണ തൈക്കണ്ടിയുടെ 1.72 കോടി രൂപ. ഈ 73.38 കോടി രൂപയിൽ എന്തൊക്കെയാണ് വരുന്നത്? അതാണ് ഇല്ലീഗൽ പേയ്മെൻറ്റ്. ആർക്കൊക്കെ കൊടുത്തത്? പൊളിറ്റീഷ്യൻസ്, പോലീസിന്, മീഡിയയ്ക്ക്, ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻസിന് കൊടുത്തിരിക്കുന്ന പണം. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം അങ്ങോട്ട് പോകുമോ എന്നുള്ളതാണ്. സുരേഷ് കുമാർ എന്നവിടെ ചീഫ് ഫിനാൻസ് ഓഫീസറുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും പിന്നീട് MDയുടെ മൊഴിയിലും അത് ആവർത്തിക്കുന്നുവെന്നാണ് ഇന്നും ഈ പറയുന്ന ED കോടതിയിൽ കൊടുത്തിരിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതെല്ലാം വരുമെന്നാണ്. അത് വീണ തൈക്കൊണ്ട് കണ്ട് അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ടുള്ള പണമിടപാടിലേക്ക് പോകും.